നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വഴുത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം മെയ് 17 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്റ്ററീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് നൽകിയ പഠന സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. ടൂറിസം, വ്യവസായം, IT മേഖലകളിൽ അനന്ത സാധ്യതയുള്ള തൊടുപുഴ നിയോജക മണ്ഡലം പിന്നോക്കം പോകുന്നത് ജനപ്രതിനിധികളുടെ താല്പര്യമില്ലായ്മ കൊണ്ട് മാത്രമാണെന്ന് കേരള കോൺഗ്രസ് നിയോജക മണ്ഡല കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. നിർമ്മാണം ആരംഭിച്ച് 4 വർഷം പിന്നിട്ടിട്ടും എങ്ങുമെത്താത്ത രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രി കെട്ടിടം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള അതിവർഷാനുകൂല്യത്തിന്റെ 2ാം ഗഡു വിതരണം ചെയ്തു. ക്ഷേമനിധി ബോർഡ് സംസ്ഥാന ചെയർമാൻ N ചന്ദ്രൻ ആനുകൂല്യ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. 1 വർഷം നീണ്ടുനിന്ന വഴുത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം മെയ് 17 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം PG ജോസഫ് MLA അധ്യക്ഷതയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA തുടങ്ങിയ പ്രമുഖർ സംസാരിക്കും. 100 വർഷം പൂർത്തിയാക്കിയ ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ സഹകരണ ബാങ്കായ വഴുത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷം കഴിഞ്ഞ 1 വർഷമായി നടന്നുവരികയാണ്. 2024 സെപ്റ്റംബർ 25-ന് PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്ത ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം മെയ് 17 നടക്കും. വൈകിട്ട് 4-ന് വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം PJ ജോസഫ് MLA അധ്യക്ഷതയിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ വെച്ച് വിവിധ കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA തുടങ്ങിയ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംസാരിക്കുന്നു. ഇത്രയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രിയപ്പെട്ട സഹായികളുടെ സഹായത്തോടും അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡിൻ്റെ സ്റ്റാഫിൻ്റെയും ചിട്ടയായ പ്രവർത്തനങ്ങൾ വഴി വളരെ ഭംഗിയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴുത്തല സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ പൂർത്തീകരണം ഈ മാസം 17-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട MLA PJ ജോസഫ് സാറിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ അഡ്വക്കേറ്റ് VD സതീശൻ നിർവഹിക്കുന്നതാണ്. തദവസരത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, കടുത്തുരുത്തി MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, മൂവാറ്റുപുഴ MLA അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ തുടങ്ങിയ വിവിധ MLA-മാരും MP-മാരും കൂടിച്ചേർന്നൊരു ബൃഹത്തായ ഒരു സദസ്സാണ് നമ്മുടെ ഈ സമ്മേളനത്തിൽ ഒത്തുചേരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 17-ാം തീയതി PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ച ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും അതിനുശേഷം വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ വിവിധ റെനിവേഷനുകളും ബാങ്കിൻ്റെ ഭാഗമായി നടന്നു. ഏറ്റവും വലിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഉദ്ഘാടന വേളയിൽ അന്നത്തെ പ്രസ് മീറ്റിംഗ് പറഞ്ഞത് ഞങ്ങളൊരു 5 വീടുകൾ നമ്മുടെ ബാങ്കിൻ്റെ അംഗങ്ങൾക്ക്, വീടില്ലാത്ത ഭവനരഹിതരായ അംഗങ്ങൾക്ക് നിർമ്മിച്ച് നൽകുന്നതിന് ഞങ്ങൾ ശ്രമിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ 5 കഴിഞ്ഞ 6-7 എണ്ണം വരെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ക്ലെമന്റ് ഇമ്മാനുവൽ മംഗലത്ത്, വൈസ് പ്രസിഡന്റ് സോമി ജോസഫ് വട്ടക്കാട്, സെക്രട്ടറി റെജി N എബ്രാഹാം, ജോഷി ജോസഫ് പൊന്നാട്ട്, ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് റെനീഷ് മാത്യു പേണ്ടാനത്ത്, ടോമിച്ചൻ P മുണ്ടുപാലം, സാൻഡി ജോർജ് തടത്തിൽ, റോസിലി ബിനോയ് പനന്താനത്ത്, മിനിമോൾ വിജയൻ കൈപ്പകശ്ശേരിയിൽ, റെജി സണ്ണി പാറത്തട്ടേൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
തോട്ടം മേഖലയിലെ നിർധന വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ഒരുക്കി ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് നൽകിയ പഠന സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. തോട്ടം മേഖലയിലെ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനസഹായം ഒരുക്കി ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ലോകരക്ഷകനായ ദൈവപുത്രന്റെ വചനങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെയും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ശ്രദ്ധേയമായ ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 15 വർഷക്കാലമായി തോട്ടം മേഖലയിലെ നിർധന വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ഒരുക്കി വരികയാണ്. ഇതിന്റെ തുടർച്ചയെന്ന വണ്ണമാണ് കഴിഞ്ഞ 5 മാസക്കാലമായി ശമ്പള പ്രതിസന്ധിയിൽ കഴിയുന്ന തോട്ടം തൊഴിലാളികളുടെ കുട്ടികൾക്ക് കൈത്താങ്ങായി പഠന സഹായം ഒരുക്കുവാൻ ഈ അധ്യയന വർഷാരംഭത്തിലും എത്തിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂളിലെ 300ഓളം കുട്ടികൾക്കാണ് പഠന സഹായമായി നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പഠന സഹായ വിതരണോദ്ഘാടന ചടങ്ങിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സ്കൂൾ PTA പ്രസിഡന്റുമായ PM നൌഷാദ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ S ജർമലിൻ സ്വാഗതം ആശംസിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ പഠന സഹായ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സഹോദരൻ ചെയ്യുന്ന പ്രവൃത്തി ദൈവപ്രവൃത്തി എന്നാണ് പറയുന്നത്. അപ്രകാരം പ്രവർത്തിക്കുന്ന സഹോദരന്മാരാണ് ഒമേഗ ട്രസ്റ്റിൻ്റെ ആളുകൾ. നമ്മുടെ തോട്ടം മേഖലയിലെ കുട്ടികൾ ദുരിതം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ പാഠപുസ്തകം എത്തിക്കുവാൻ, നോട്ട് ബുക്കുകൾ എത്തിക്കുവാൻ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട്, അതിനു മുമ്പേ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനാണ് 4 വർഷക്കാലമായി ആ കർമ്മം നിർവഹിക്കുന്നത്. അതുകൊണ്ട് പതിവ് തെറ്റിക്കേണ്ടതില്ല. എങ്ങനെയും വന്ന് ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് എത്രയും വേഗം പോകണമെന്ന കരുതലിലാണ് എത്തിച്ചേർന്നത്. ഇവിടെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, ഇവിടെ നല്ല ഉന്നത വിജയ ശതമാനം നേടി കഴിഞ്ഞിരിക്കുന്ന സ്കൂളാണ്. അത് തുടർന്ന് നമുക്ക് അതേപടി നിലനിർത്തുവാൻ കഴിയണം. അതിന് കുട്ടികളെല്ലാവരും നന്നായി പരിശീലിക്കണം, നോട്ടുകൾ തയ്യാറാക്കണം, സംശയങ്ങൾ ടീച്ചർമാർ വന്ന് കണ്ട് ദൂരീകരിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ യശസ് നിലനിർത്തുവാൻ എല്ലാ കുട്ടികളും, അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളും, അതേപോലെ തന്നെ PTAയും അധ്യാപകരും എല്ലാം ഒത്തൊരുമിച്ച് ശ്രമിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിജയം കരസ്ഥമാക്കുവാൻ കഴിയൂ. അതിന് വേണ്ട പരിശ്രമങ്ങൾ ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 15 വർഷക്കാലമായി തോട്ടം മേഖലയിലെ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനകാലത്ത് കൈത്താങ്ങായി പ്രവർത്തിച്ചു വരുന്ന ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജോർജ് കുട്ടിയെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്, ട്രസ്റ്റ് മെമ്പർ എബ്രഹാം തോമസ്, ട്രസ്റ്റ് അംഗം രാജൻ, MPTA പ്രസിഡന്റ് സൂസി, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ മുരുകേശൻ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. ടൂറിസം, വ്യവസായം, IT മേഖലകളിൽ അനന്ത സാധ്യതയുള്ള തൊടുപുഴ നിയോജക മണ്ഡലം പിന്നോക്കം പോകുന്നത് ജനപ്രതിനിധികളുടെ താല്പര്യമില്ലായ്മ കൊണ്ട് മാത്രമാണെന്ന് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷമായി ഇത്തരം വികസന അടയാളങ്ങൾ തൊടുപുഴ നിയോജക മണ്ഡലത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കണമെന്നും കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രൊഫസർ KA ആന്റണി, അഗസ്റ്റിൻ വട്ടക്കുന്നൽ, റെജി കുന്നംകോട്ടെ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അനുകൂലമായ കാലാവസ്ഥയും ജലസമൃദ്ധിയും മറ്റനുകൂല ഘടകങ്ങളും എല്ലാം ഒത്തുചേർന്ന കേരളത്തിലെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള നിയോജകമണ്ഡലമാണ് തൊടുപുഴ അസംബ്ലി നിയോജകമണ്ഡലം. എങ്കിലും ഇവിടെ വികസനത്തിന്റെ അടയാളങ്ങളായി മാറേണ്ട സ്ഥാപനങ്ങളൊന്നും എത്തിച്ചേരാത്തത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങൾ പരിശോധിക്കണമെന്ന് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങളുടെ ആണിക്കല്ലായി മാറേണ്ട വ്യവസായ പാർക്ക്, IT പാർക്ക്, ടൂറിസം കേന്ദ്രങ്ങൾ ഇവയൊന്നും ഫലപ്രദമായി എത്തിച്ചേരുന്നില്ല. ഇതിന്റെ കാരണം ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വക്കുറവാണ് എന്ന് കേരള കോൺഗ്രസ് പറയുകയാണ്. അത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടില് പാട്ട കാലാവധി കഴിഞ്ഞ എസ്റ്റേറ്റുകൾ നിരവധിയുണ്ട്. അവിടെ സ്ഥല സൗകര്യം ഇഷ്ടംപോലെ ലഭിക്കാറുണ്ട്. IT പാർക്കുകളൊക്കെ സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യം അവിടെയുണ്ട്. പക്ഷേ ജനപ്രതിനിധികൾക്ക് താല്പര്യമില്ല. ഇത് വലിയ വീഴ്ചയായി കേരള കോൺഗ്രസ് എം ചൂണ്ടിക്കാട്ടുകയാണ്. അതുപോലെ തന്നെ ഇവിടെ 2001 ശേഷം MLAയുടെ വികസന ഫണ്ട് എന്ന് പറഞ്ഞാൽ
കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങൾക്കും ഒരേ അളവിൽ MLA മണ്ഡല വികസന ഫണ്ട്, ആസ്തി വികസന ഫണ്ട് എന്ന നിലയിൽ പണം കൊടുക്കുന്നുണ്ട്. ഈ പണം വിതരണം ചെയ്യുന്നതല്ലാതെ മറ്റൊരു കാര്യവും തൊടുപുഴ അസംബ്ലി മണ്ഡലത്തിൽ നടക്കുന്നില്ല. വ്യക്തമായിട്ടുള്ള പ്രോജക്ട് സമർപ്പണമോ വ്യക്തമായിട്ടുള്ള തുടരന്വേഷണമോ ഒന്നും നടക്കാത്തത് മൂലം നമ്മുടെ നാട്ടിൽ വലിയ വികസന മുരടിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് ജനപ്രതിനിധിയിൽ നിന്ന് വേണ്ട സേവനം ഫലപ്രദമായി ലഭിക്കുന്നില്ല എന്നുള്ളതും നഗ്നമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇത് ജനങ്ങളുടെ വെല്ലുവിളിയായി മാത്രമേ കേരള കോൺഗ്രസിന് കാണാൻ കഴിയുകയുള്ളൂ. പണിതിട്ടും പണിതീരാത്തൊരു ആശുപത്രിയുണ്ട് ഇടുക്കി ജില്ലയിൽ. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. നിർമ്മാണം ആരംഭിച്ച് 4 വർഷം പിന്നിട്ടിട്ടും എങ്ങുമെത്താത്ത ഒരു ആശുപത്രി കെട്ടിടം. എന്ന് പണികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന് കരാറുകാരനോ പഞ്ചായത്ത് അധികൃതർക്കോ നിശ്ചയമില്ലാത്ത ഒരു കെട്ടിടം. ഒച്ചഴിയുമല്ലോ ഇതിലും വേഗത്തിലെന്ന് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയിൽ വിഷയത്തിൽ പ്രതികരിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ IHRD ബിൽഡിംഗിലെ ഇടുങ്ങിയ മുറിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോമിയോ ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യമുള്ള ഒരു കെട്ടിടം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ജനങ്ങളുടെ ഈ ആവശ്യത്തെ തുടർന്ന് 2019 ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുത്തു. സ്ഥലലഭ്യത ഉറപ്പായതോടെ 2020 ഉടുമ്പൻചോല MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനായി 40 ലക്ഷം രൂപയും അനുവദിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. എന്നാൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് 4 വർഷം പൂർത്തിയായിട്ടും ആശുപത്രി കെട്ടിടത്തിന്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. രാജാക്കാട് ഹോമിയോ ആശുപത്രിക്കൊപ്പം നിർമ്മാണം ആരംഭിച്ച സമീപ പഞ്ചായത്തുകളിലെ ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഇനി എന്ന് പണികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന് കരാറുകാരനോ പഞ്ചായത്ത് അധികൃതർക്കോ നിശ്ചയമില്ലാത്ത ഒരു കെട്ടിടമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് ഹോമിയോ ആശുപത്രിയുടെ കെട്ടിടം. ഒച്ചിഴയുമല്ലോ ഇതിലും വേഗത്തിലെന്നാണ് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയിൽ പ്രതികരിച്ചത്. ഞാൻ നിൽക്കുന്ന രാജാക്കാട് ഹോമിയോ ആശുപത്രിക്ക് ഫണ്ട് അനുവദിച്ചിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും ഈ ഹോമിയോ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടെ രോഗികൾക്ക് വന്ന് മരുന്ന് മേടിക്കാനുള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഈ ഹോമിയോ ആശുപത്രിക്ക് ഫണ്ട് അനുവദിച്ചൊപ്പം തന്നെ കേരളത്തിലെ പല 7-8 ആശുപത്രികൾക്ക് ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ ആ ഫണ്ട് അനുവദിച്ച ആശുപത്രികളുടെ പണികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ ആളുകൾക്ക് മരുന്ന് വിതരണം നടത്തുന്നതിനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് ആശുപത്രി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിൽക്കുന്ന ഈ ആശുപത്രിയുടെ ഉദ്ഘാടനം നടത്താൻ പോയിട്ട് അതിൻ്റെ ഒരു നിലയുടെ പണി പോലും പൂർത്തീകരിക്കുവാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. LDF സർക്കാർ ഭരിക്കുന്ന ഈ രാജാക്കാട് പഞ്ചായത്തിൽ ഈ ഹോമിയോ ആശുപത്രിയുടെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാതെ ഇലക്ഷൻ വരുമ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇവിടെ ഹോമിയോ ആശുപത്രി അനുവദിച്ചു, അല്ലെങ്കിൽ പഞ്ചായത്ത് കെട്ടിടം പണിയുന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ചെപ്പടി വിത്തിയാണ് ഈ ആശുപത്രിയുടെ പേരും പറഞ്ഞ് മുന്നോട്ട് പോയത്. ഇവിടുത്തെ സാധാരണക്കാരനായ ആളുകളുടെ നന്മയ്ക്കോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ വികസനത്തിനോ വേണ്ടി ഈ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഒരു പ്രവർത്തനവും നടത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഹോമിയോ ആശുപത്രിയുടെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ട നടപടികൾ രാജാക്കാട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തനത്തിൽ എനിക്ക് പറയാനുള്ളത്. ആശുപത്രിയുടെ കരാറുകാരൻ തന്നെയാണ് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കാനും കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ അവസ്ഥയിൽ മാറ്റമൊന്നുമില്ല. 4 വർഷമായി പഞ്ചായത്ത് കെട്ടിടവും കോൺക്രീറ്റ് തൂണിൽ തന്നെ നിൽക്കുകയാണ്. ഉടനെ പൂർത്തീകരിക്കുമെന്ന അധികൃതരുടെ വാക്കുകൾ നീളുകയാണ്. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. യുദ്ധ നവോമി ഫോറം മുതലക്കോട് യൂണിറ്റ് നടത്തിവരുന്ന നൃത്ത പഠന ക്ലാസ് കൂടുതൽ മികവോടെ പുനരാരംഭിച്ചു. യൂണിറ്റ് ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. രൂപത ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കൽ മുഖ്യ സന്ദേശം നൽകി. ഹെലൻ തോമസ് തുറയ്ക്കൽ, ലിസി സെബാസ്റ്റ്യൻ മൂഴിക്കുഴിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദക്ഷിണ സ്വീകരിക്കണമെന്ന് കൊച്ചിനോട് അച്ഛൻ തരും.
കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള അതിവർഷാനുകൂല്യത്തിന്റെ 2ാം ഗഡു വിതരണം ചെയ്തു. തടിയമ്പാട് ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ക്ഷേമനിധി ബോർഡ് സംസ്ഥാന ചെയർമാൻ എൻ ചന്ദ്രൻ ആനുകൂല്യ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ ക്ഷേമനിധി ബോർഡ് അംഗം പി കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമെടുത്ത് കൃത്യമായി അംശാദായം അടച്ചു വരുന്ന അംഗങ്ങൾക്കുള്ള അതിവർഷാനുകൂല്യത്തിന്റെ 2ാം ഗഡു വിതരണമാണ് ജില്ലാ ക്ഷേമനിധി ഓഫീസിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത്. ആനുകൂല്യങ്ങളുടെ വിതരണ ഉദ്ഘാടനം ക്ഷേമനിധി ബോർഡ് സംസ്ഥാന ചെയർമാൻ എൻ ചന്ദ്രൻ നിർവഹിച്ചു. നൽകുന്ന 8ഓളം ആനുകൂല്യ പദ്ധതികളിൽ ഏറ്റവും ആകർഷകമായ ഒന്നാണ് ഈ അതിവർഷാനുകൂല്യം എന്ന് പറയുന്നത്. കർഷക തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് വിയർപ്പൊഴുക്കുന്ന തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ക്ഷേമനിധി ബോർഡ് അംഗം പി കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷാ മോഹൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ എസ് മുഹമ്മദ് സിയാദ്, ജില്ലാ ക്ഷേമനിധി ഓഫീസർ ആർ വിജയചന്ദ്രൻ, വിവിധ യൂണിയൻ നേതാക്കളായ എം ജെ മാത്യു, ഷേർലി ജോസഫ്, അലിയാർ, വർഗീസ് വെട്ടിയാങ്കൽ, ജോർജ് അമ്പഴം, സ്റ്റാഫ് പ്രതിനിധി ഇന്ദുലേഖ, ക്ഷേമനിധി ഓഫീസ് ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലൂഷ കളക്ഷൻസ് വഴുത്തലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുത പകരുവാനും ആഘോഷവേളകളിൽ അണിഞ്ഞൊരുങ്ങുവാനും കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ, ഫാൻസി, സ്റ്റേഷനറി, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വ്യത്യസ്ത കളക്ഷനാണ് ലൂഷ വഴുത്തലയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. പി ജി ജോസഫ് MLA ലൂഷ കളക്ഷൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത കോമഡി ആർട്ടിസ്റ്റ് ജോബി പാല ആദ്യ വിൽപ്പന നിർവഹിച്ചു. വഴുത്തലയുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുത്തൻ ചാരുത പകരുവാൻ ആഘോഷവേളകളിൽ അണിഞ്ഞൊരുങ്ങുവാനും ലൂഷ കളക്ഷൻസ് വഴുത്തലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ, ഫാൻസി ആഭരണങ്ങൾ, സ്റ്റേഷനറി, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വ്യത്യസ്ത കളക്ഷനാണ് ലൂഷ വഴുത്തലയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. പി ജി ജോസഫ് MLA ലൂഷ കളക്ഷൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത കോമഡി ആർട്ടിസ്റ്റ് ജോബി പാല ആദ്യ വിൽപ്പന നിർവഹിച്ചു. എന്തായാലും ഈ പ്രസ്ഥാനം എല്ലാവിധ നന്മകളും ആശീർവാദങ്ങളോടും കൂടി ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് ആൾക്കാരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റു കടകളിലെ പോലെ തന്നെ അല്ല, ഇച്ചിരി വിലക്കുറവുണ്ട് അല്ലേ? അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വഴുത്തലയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കടയാണ് ലൂയിസ കളക്ഷൻസ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ, വാർഡ് മെമ്പർ ആൻസി ജോജോ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് തോമസ് കുരുവിള എന്നിവർ ആശംസ നേർന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി ഉണ്ടായിക്കൊണ്ട് ഈ വഴുത്തലയിൽ ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആഘോഷ ദിവസങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ എല്ലാ ബ്രാൻഡുകളുടെയും കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ, ഫാൻസി ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ കളക്ഷനും വിവിധ വിവിധതരം മേക്കപ്പ് പ്രോഡക്ട്സ്, നെയിൽ പോളിഷ് എന്നിവയുടെ കളക്ഷനും സജ്ജമാക്കിയിട്ടുണ്ട്. ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ്, ഓഫീസ്, സ്കൂൾ സ്റ്റേഷനറി എന്നിവ കൂടാതെ ബാഗ്, കുട, നോട്ട്ബുക്കുകൾ, പെൻസിൽ, പേന, സ്കെയിൽ, ബോക്സ്, റാപ്പർ, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ് തുടങ്ങി സ്കൂൾ സംബന്ധമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടന വേളയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. വളരെ വിലക്കുറഞ്ഞ രീതിയിൽ നേരിട്ട് കമ്പനികളിൽ നിന്ന് പോയിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്യുന്ന, ഇടനിലക്കാരില്ലാതെ റോഡുപോലുള്ള ആഭരണങ്ങൾ നേരിട്ട് പോയി എടുക്കുന്ന, വളരെ വിലക്കുറച്ച് മറ്റുള്ള സ്ഥാപനങ്ങളെക്കാട്ടും വളരെ വിലക്കുറച്ച് കൊടുക്കുന്നു. പിന്നെ പുസ്തകങ്ങൾ നേരിട്ട് കമ്പനികളിൽ പോയി എടുക്കുന്നു, അതിന് വളരെയധികം ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ഐറ്റംസും, ഫാൻസി എല്ലാ ഗിഫ്റ്റ് ഐറ്റംസുകൾ എല്ലാം ഉണ്ട്. ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. തുടർന്നും
ഇവിടെയുള്ള എല്ലാവരുടെയും സഹകരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്നു. വർഷമായി മൂവാറ്റുപുഴയുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുത തുന്നിയ വിന്റേജ് വീൽ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ വ്യവസായി സിന്തറ്റ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ വിജു ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. 30 വർഷമായി മൂവാറ്റുപുഴയുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുത തുന്നിയ വിന്റേജ് വീൽ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ തുണിത്തരങ്ങൾ ലഭിക്കുന്നതോടൊപ്പം അവ കൃത്യസമയത്ത് തയ്ച്ചു നൽകുന്നതിനും വിന്റേജ് വീൽ സൗകര്യമൊരുക്കുന്നു. പ്രമുഖ വ്യവസായി സിന്തറ്റ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ വിജു ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. കഠിനമായ അധ്വാനത്തിലൂടെ ഉത്തരവാദിത്വപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ ഈ സ്ഥാപനം ഉത്തരോത്തരം പുരോഗതി പ്രാപിക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. സ്നേഹിതാവായ ദൈവമേ, ഈ വ്യാപാര സ്ഥാപനത്തെയും ഇതിലെ എല്ലാ ജോലിക്കാരെയും ഉടമകളെയും പരിശുദ്ധാത്മാവെ സ്നേഹത്താൽ നിറയ്ക്കണമേ. ആത്മാവിന്റെ എല്ലാ വരദാന ഫലങ്ങളാലും ഈ വ്യാപാര സ്ഥാപനം നിറച്ചുകൊണ്ട് എല്ലാവിധ പൈശാചികമായ തന്ത്രങ്ങളിൽ നിന്നും ഗൂഢവിചാരങ്ങളിൽ നിന്നും ഇവിടെ നിന്ന് മാറിപ്പോകണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൃപാകടാക്ഷത്താൽ ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നീതിമാനായ യോസേഫ് പിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും കാവൽ മാലാഖമാരുടെയും മാധ്യസ്ഥം ഈ വ്യാപാര സ്ഥാപനത്തിലും ജോലി ചെയ്യുന്നവരിലും സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരിലും എല്ലായ്പ്പോഴും എല്ലാ ദിനവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിതങ്ങളെയും മനുഷ്യരെയും വിധിക്കുവാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും കുടിവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഐക്യത്തിലും ഞാൻ നടത്തുന്ന സ്ഥാപനത്തിന്റെ യൂണിഫോമും എല്ലാം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വിനോദാണ് സ്റ്റിച്ച് ചെയ്ത് തരുന്നതും വളരെ മനോഹരമായ കാര്യം കൈകാര്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല പലപ്പോഴും ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് ആവശ്യപ്പെട്ടാൽ തന്നെയാണെങ്കിലും ഇമ്മീഡിയറ്റ്
ആയിട്ട് അത് എനിക്ക് ചെയ്തു തരികയും ആ ബന്ധം മോർ ദാൻ ഒരു ബിസിനസ്സിനേക്കാളും ഉള്ളൊരു ബന്ധം ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് കൂടി ആയി മാറിയത്. കാരണം അവരുടെ പല സ്റ്റാഫുകളും എല്ലാം സ്ഥിരമായിട്ട് വരികയും അവരായിട്ടുള്ള കൂടുതൽ അടുപ്പം വയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്, മാത്രമല്ല വളരെ ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനാണെന്ന് എപ്പോഴും എനിക്കറിയാമായിരുന്നു. കാരണം പലപ്പോഴും എനിക്ക് ബിബ്ലിക്കലായിട്ടുള്ള മെസ്സേജൊക്കെ ഇട്ട് ഇനിഷ്യേറ്റീവ് ചില സമയത്ത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിൻ്റെ സമയത്തായിരിക്കും ആ മെസ്സേജ് വരുന്നത്. അത് വളരെ ഫലപ്രദമായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കിവിടെ വന്ന് ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഞാൻ ഉദ്ഘാടനം ചെയ്താൽ ഞാൻ നടത്തുന്നതായി ഞാൻ അംഗീകരിക്കുന്നു. താങ്ക് യു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക്, സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ തോമസ് എബ്രഹാം, മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിംഗ് പ്രസിഡന്റ് ലാലി വിൽസൺ, ഇന്ത്യൻ ബേക്കറി ഉടമ ഷീബ ടോമി, ഫാദർ ജിയോ ജോബ് ചെമ്പരത്തി, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി കെ നവാസ്, മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന വേളയിലും തുടർന്നും എല്ലാവരുടെയും സഹകരണം മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ഉദ്ഘാടനത്തിനെത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ സന്തോഷവും ആത്മാർത്ഥമായ സ്നേഹവും പങ്കുവയ്ക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിനും അതുപോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നിർത്തുന്നു. നമസ്കാരം. ഷർട്ടിങ്സ്, സ്യൂട്ടിങ്സ്, യൂണിഫോംസ്, ടൈലറിങ്സ്, ലേഡീസ് ഇന്നർ ഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിന് റാങ്കുകളുടെ പൊൻതിളക്കം. BSc ഫിസിക്സ്, ഗണിതശാസ്ത്രം, BA മലയാളം വിത്ത് ജേർണലിസം, ഹിസ്റ്ററി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഉയർന്ന റാങ്കുകൾ ലഭിച്ചത്. റാങ്ക് ജേതാക്കളെ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ജോസ് കരുവേലിക്കർ, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബെന്നോ പുതിയാപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിന് ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷാഫലം വന്നപ്പോൾ റാങ്കുകളുടെ പൊൻതിളക്കം.
BSc ഫിസിക്സ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ 1ഉം 2ഉം റാങ്കുകൾ ഉൾപ്പെടെ 6 റാങ്ക് കരസ്ഥമാക്കിയപ്പോൾ BSc ഗണിതശാസ്ത്ര വിഭാഗത്തിൽ 7 റാങ്കും BA മലയാളം വിത്ത് ജേർണലിസ്റ്റിന് 5 റാങ്കും BA ഹിസ്റ്ററി വിഭാഗത്തിൽ 5 റാങ്കും സ്വന്തമാക്കി. BSc ഫിസിക്സിന് നവീൻ കെ ഷിജോ 1ാം റാങ്കും ദേവിക സന്തോഷ് 2ാം റാങ്കും അർജുൻ കെ ശിവൻ 3ാം റാങ്കും അഞ്ജലി ബിജു 7ാം റാങ്കും ക്രിസ്റ്റി മാർട്ടിൻ 9ാം റാങ്കും നന്ദന സാബു 10ാം റാങ്കും BSc ഗണിതശാസ്ത്രത്തിൽ അലീന കുര്യാക്കോസ് 2ാം റാങ്കും ജെഫി മാത്യു 3ാം റാങ്കും നയന ഷാജി 4ാം റാങ്കും അലീന എസ് 5ാം റാങ്കും അനസ്ക സാബു 6ാം റാങ്കും സാനിയ ബെന്നി 8ാം റാങ്കും ആൽബിൻ സെബി 9ാം റാങ്കും നേടി. BA മലയാളം വിത്ത് ജേർണലിസ്റ്റിൽ സിസ്റ്റർ അഞ്ജു മരിയാജയ് 1ാം റാങ്കും സിസ്റ്റർ ജ്യോതിമോൾ KS 2ാം റാങ്കും നവനി സന്തോഷ് 3ാം റാങ്കും റോസ്മേരി തോമസ് 4ാം റാങ്കും അനന്തു മനോജ് 7ാം റാങ്കും നേടിയെടുത്തു. BA ഹിസ്റ്ററി വിഭാഗത്തിൽ ബിനോ ബിജു 1ാം റാങ്കും അനുമോൾ ജോർജ് 2ാം റാങ്കും വൃന്ദ ബിജു 3ാം റാങ്കും സിസ്റ്റർ ജോസ്ന മോൾസ് ജോബി 4ാം റാങ്കും കരസ്ഥമാക്കി. ജിസ്മോൻ വർക്കി 5ാം റാങ്കും നേടി. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും 90% കുട്ടികളും വിജയിച്ചത് പാവനാത്മയുടെ പ്രത്യേകതയാണ്. റാങ്ക് ജേതാക്കളെ കോളേജ് മാനേജർ മോൺസ്റ്റർ ജോസ് കരിവേലിൽ, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബെന്നോ പുതിയാപ്പറമ്പിൽ, ബെർസർ ഡോക്ടർ ജായസ് മറ്റം, വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ഡോക്ടർ സജി ജോസഫ്, സജി കെ ജോസ് എന്നിവർ ചേർന്ന് അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. ഉദയ മെഡിക്കൽസ് ഉടമ വണ്ണപ്പുറം കോലഞ്ചേരിൽ സണ്ണി ജോസഫ് നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11:30 വീട്ടിലാരംഭിച്ച് വണ്ണപ്പുറം മാർസ്ലിവ പള്ളിയിൽ. ഭാര്യ സൂസന്ന പൈങ്ങോട്ടൂർ നെടുങ്ങാട്ട് കുടുംബാംഗം. മക്കൾ സബിൻ കാനഡ, ഡോക്ടർ സോബിൻ മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്, മരുമക്കൾ കരോളിൻ കിഴക്കേക്കൂറ്റ് ചങ്ങനാശ്ശേരി, അനീറ്റ പുള്ളോലിക്കൽ വാഴക്കുളം. അടിവാട് ടൗണിൽ CCTV ക്യാമറ ഓഫ് ചെയ്ത വ്യാപക കവർച്ച. പെയിന്റുകടയിലും ജനസേവാ കേന്ദ്രത്തിലുമാണ് മോഷണം നടന്നത്. തുണി ഉപയോഗിച്ച് മുഖം മറച്ചാണ് മോഷ്ടാവ് എത്തിയതെന്ന് CCTV ഓഫ് ചെയ്യുന്നതിന് മുൻപ് ലഭിച്ച ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പോത്താനിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. രാത്രി ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി തകരാർ ഉണ്ടാകുന്നത് മോഷ്ടാക്കൾക്ക് സൗകര്യമൊരുക്കുന്നതായും ഈ സാഹചര്യത്തിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു. അടിവാട് ടൗണിൽ സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന കുഴിപ്പിനായിൽ അജിംസിന്റെ പെയിന്റുകടയിലും സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള തച്ചുടം ഷെഫിൻ എന്നയാളുടെ ജനസേവാ കേന്ദ്രത്തിലുമാണ് മോഷണം നടന്നത്. പെയിന്റ് കടയിൽ പൂട്ട് തകർത്ത് CCTV ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മോഷണം നടന്നത്. CCTV ബ്രേക്ക് ചെയ്ത് കട്ട് ചെയ്ത് പുറത്തുള്ള ക്യാമറയും കട്ട് ചെയ്ത് ആണ്. ബാങ്കിൽ അടയ്ക്കുവാൻ മേശയിൽ സൂക്ഷിച്ചിരുന്ന 40,000 രൂപ മോഷണം പോയിട്ടുണ്ട്. ജനസേവാ കേന്ദ്രത്തിൽ പൂട്ട് തകർത്ത് കയറിയ മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന 5,000 രൂപയും കവർന്നു. തുണി ഉപയോഗിച്ച് മുഖം മറച്ചാണ് മോഷ്ടാവ് എത്തിയതെന്ന് CCTV ഓഫ് ചെയ്യുന്നതിന് മുൻപ് ലഭിച്ച ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. മുഖം മറയ്ക്കാൻ ഉപയോഗിച്ച തുണിയും തകർത്ത പൂട്ടും മോഷ്ടാവ് പെയിന്റുകടയ്ക്ക് സമീപം ഉപേക്ഷിച്ചു പോയി. പോത്താനിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. രാത്രി ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി തകരാറുണ്ടാകുന്നത് മോഷ്ടാക്കൾക്ക് സൗകര്യമാകുന്നതായും ഈ സാഹചര്യത്തിൽ പോലീസ് പെട്രോളിംഗ് കർശനമാക്കണമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ പറഞ്ഞു. നിരന്തരം ഇവിടെ കറണ്ട് പോകുന്ന ഒരു പ്രവണതയാണുള്ളത്. കറണ്ട് പോകുമ്പോൾ എല്ലാം ഞങ്ങൾ KSEBിൽ വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കാറുണ്ട്. പക്ഷേ നടപടികളൊന്നും നടക്കാറില്ല. ഇന്ന് 7:30 മണിക്ക് ഞങ്ങൾ ഇൻഫോം ചെയ്തതാണ്. 11 മണി കഴിഞ്ഞിട്ടാണ് പോലീസ് വിളിച്ചത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഴുത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം മെയ് 17 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്റ്ററീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് നൽകിയ പഠന സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. ടൂറിസം, വ്യവസായം, IT മേഖലകളിൽ അനന്ത സാധ്യതയുള്ള തൊടുപുഴ നിയോജക മണ്ഡലം പിന്നോക്കം പോകുന്നത് ജനപ്രതിനിധികളുടെ താല്പര്യമില്ലായ്മ കൊണ്ട് മാത്രമാണെന്ന് കേരള കോൺഗ്രസ് നിയോജക മണ്ഡല കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. നിർമ്മാണം ആരംഭിച്ച് 4 വർഷം പിന്നിട്ടിട്ടും എങ്ങുമെത്താത്ത രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രി കെട്ടിടം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള അതിവർഷാനുകൂല്യത്തിന്റെ 2ാം ഗഡു വിതരണം ചെയ്തു. ക്ഷേമനിധി ബോർഡ് സംസ്ഥാന ചെയർമാൻ N ചന്ദ്രൻ ആനുകൂല്യ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.